കഥകൾ. ദൂരെ ദൂരെ വയലുകൾക്ക് മേലെ ഒരു കൂട്ടം ചിത്രശലഭങ്ങൾ താമസിച്ചിരുന്നു. ഉച്ചവെയിലിൽ എന്നും അവർ ഒരു പ്രത്യേക നൃത്തം ചെയ്യുമായിരുന്നു. ഏറ്റവും പ്രായമുള്ള ചിത്രശലഭം കൽപ്പിക്കുമ്പോൾ അവർ ഭംഗിയുള്ള മഞ്ഞ ചിറകുകൾ വിരിച്ച് താളത്തിൽ ചിറകടിച്ചു. എന്നാൽ കണ്ണൻ എന്ന ചിത്രശലഭം മാത്രം ദൂരെ നിന്ന് നോക്കിക്കാണുക മാത്രമാണ് ചെയ്തിരുന്നത്. അവൻ്റെ ചിറകുകൾ മറ്റുള്ളവരുടേതുപോലെ മഞ്ഞയായിരുന്നില്ല. അതിന് തെളിഞ്ഞ ആകാശം പോലെ നീല നിറമായിരുന്നു. അവൻ ഒരിക്കൽ ഭംഗിയുള്ള ആ നൃത്തത്തിൽ ചേരാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അവൻ്റെ നീല ചിറകുകൾ മറ്റുള്ളവരുടേതുമായി ചേർന്നില്ല. മറ്റു ചിത്രശലഭങ്ങൾ അവനുമായി കൂട്ടിയിടിച്ചു. "കണ്ണാ, നീ നൃത്തം നശിപ്പിക്കുകയാണ്," ഒരുവൻ നീരസത്തോടെ പറഞ്ഞു. "നീ ഞങ്ങളുടെ താളം തെറ്റിക്കുന്നു," മറ്റൊരാൾ കൂട്ടിച്ചേർത്തു. കണ്ണൻ നിരാശനായി പിൻവാങ്ങി. അവൻ്റെ നീല ചിറകുകൾ നെൽക്കതിരുകൾക്കിടയിൽ മറച്ച് കൂട്ടുകാരെ സങ്കടത്തോടെ നോക്കി. അപ്പോൾ വയസ്സായ ഒരാമ കണ്ണൻ്റെ അരികിലെത്തി. "കുട്ടി," ആമ വിറയാർന്ന സ്വരത്തിൽ ചോദിച്ചു, "നീ എന്തിനാണ് സങ്കടപ്പെട്ട് നിൽക്കുന്നത്?" "എൻ്റെ ചിറകുകൾ ശരിയല്ല ആമയമ്മേ, അവ മഞ്ഞ നിറമല്ല, അവ ചേരുന്നുമില്ല." ആമ ചിത്രശലഭങ്ങളുടെ ഭംഗിയുള്ള മഞ്ഞ നൃത്തത്തെ നോക്കി. പിന്നീട് കണ്ണനോട് പറഞ്ഞു, "ഒരു പാട്ട് മനോഹരമാകുന്നത് എല്ലാ സ്വരങ്ങളും ഒരുപോലെ ആകുമ്പോഴല്ല, മറിച്ച് വ്യത്യസ്തമായ ശബ്ദങ്ങൾ ഒരുമിച്ച് ചേരുമ്പോഴാണ്. ഒരുപക്ഷെ നീയും അതുപോലെ വേറിട്ടൊരു ശബ്ദമാണെങ്കിലോ?" കണ്ണൻ ആമയുടെ വാക്കുകൾ കൗതുകത്തോടെ ശ്രദ്ധിച്ചു. അവൻ ഇതുവരെ അങ്ങനെ ചിന്തിച്ചിരുന്നില്ല. അടുത്ത ദിവസം ആമയുടെ വാക്കുകൾ മനസ്സിലോർത്ത് കണ്ണൻ ധൈര്യത്തോടെ ചിത്രശലഭങ്ങളുടെ അടുത്ത് ചെന്നു. നൃത്തം തുടങ്ങാൻ സമയമായിരുന്നു. കണ്ണൻ ചിത്രശലഭങ്ങളുടെ നേതാവായ വിക്രമനോട് പറഞ്ഞു, "ചേട്ടാ, നിൽക്കൂ." ചിത്രശലഭങ്ങൾ ആശ്ചര്യത്തോടെ കണ്ണനെ നോക്കി. "എൻ്റെ ചിറകുകൾ വ്യത്യസ്തമാണെന്ന് എനിക്കറിയാം," കണ്ണൻ പറഞ്ഞു. അവൻ്റെ നീല ചിറകുകൾ ചെറുതായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. എന്നാൽ എന്നെ നിങ്ങളുടെ നൃത്തത്തിൽ ചേർക്കുന്നതിന് പകരം നടുക്ക് നിർത്തി ഒരു പുതിയ രീതിയിൽ ചുവട് വെച്ചാലോ?" വിക്രമൻ ഒരു നിമിഷം ചിന്തിച്ചു. എന്നാൽ കണ്ണൻ്റെ പ്രതീക്ഷയോടെയുള്ള നോട്ടം കണ്ട് ഒരു തവണ ശ്രമിക്കാമെന്ന് തീരുമാനിച്ചു. കണ്ണൻ വയലിൻ്റെ മധ്യത്തിലേക്ക് പറന്നു. അവൻ ആഴത്തിൽ ശ്വാസമെടുത്തു. തൻ്റെ നീല ചിറകുകൾ വിടർത്തി ചിറകടിച്ചു. അവൻ ഒരു നീലരത്നം പോലെ തിളങ്ങി. ചിത്രശലഭങ്ങൾ നൃത്തം തുടങ്ങി. എപ്പോഴും ഉള്ളതുപോലെയല്ല. കണ്ണൻ്റെ ശാന്തമായ നീലയെ ചുറ്റി അവരുടെ മഞ്ഞ ചിറകുകൾ നൃത്തം ചെയ്തു. മനോഹരമായ പുതിയ ചുവടുകൾ. പാടവരമ്പ് ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഗംഭീരമായിരുന്നു. തവളകൾ ഭക്തിയോടെ മൗനമായി നിന്നു. പാടത്തിനരികിലെ സകല ജീവികളും ശ്വാസമടക്കി പിടിച്ചു നിന്നു. നൃത്തം അവസാനിച്ചപ്പോൾ വിക്രമൻ കണ്ണൻ്റെ അടുത്തേക്ക് പറന്നു. അവൻ്റെ കണ്ണുകൾ അമ്പരപ്പോടെ തിളങ്ങി. "ഞങ്ങൾ നിന്നെ ഞങ്ങളെപ്പോലെ ആക്കാൻ ശ്രമിക്കുകയായിരുന്നു. നിന്റെ വ്യത്യാസം നമ്മളെല്ലാവരെയും കൂടുതൽ ഭംഗിയാക്കുമെന്ന് കരുതിയതേയില്ല." ആ ദിവസം മുതൽ ആരും കണ്ണനെ ഒറ്റപ്പെടുത്തിയില്ല. അവൻ അവരുടെ നൃത്തത്തിൻ്റെ ഹൃദയമായിരുന്നു. പാടവരമ്പിലെ ചിത്രശലഭങ്ങൾ അന്നൊരു സത്യം പഠിച്ചു. ഒരു സമൂഹം ഏറ്റവും സുന്ദരമാകുന്നത് എല്ലാവർക്കും ഒരുപോലെ ഇടം കൊടുക്കുമ്പോഴാണ്.